യുകെയിൽ കഴിഞ്ഞ ഏതാനും വർഷമായി എത്തിക്കൊണ്ടിരിക്കുന്ന മലയാളി ചെറുപ്പക്കാരിൽ ഒരു ഡസൻ പേരെങ്കിലും അടുത്ത കാലങ്ങളിലായി ബ്രിട്ടനിൽ ജയിലിലെത്തിയ കഥകൾക്ക് അപവാദമായി ഏറെക്കാലത്തെ ബ്രിട്ടീഷ് ജീവിതാനുഭവമുള്ള മധ്യവയസ്കനും ഇപ്പോൾ ജയിലിലേക്ക്. യുകെയിലെ മിഡ്ലാൻഡ് പട്ടണമായ കെറ്ററിംഗിൽ നിന്നാണ് മലയാളി സമൂഹത്തിന് തന്നെ നാണക്കേടായി മറ്റൊരു സംഭവം കൂടിയെത്തിയത്. പൊതുവഴിയിൽ സ്ത്രീകളെ ശല്യം ചെയ്തു എന്ന കേസിലാണ് ഇപ്പോൾ മധ്യവയസ്കനായ ബിനു പോളിന് 3 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിക്കുന്നത്. 5 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ കോടതികൾ കോവിഡ് നടപടികൾ മൂലം ഇഴഞ്ഞ സാഹചര്യത്തിലായിരുന്നു കേസിലെ അന്തിമവിധി അമാന്തിക്കാൻ കാരണമായത്. എന്നാൽ മദ്യലഹരിയിൽ സംഭവിച്ച അബദ്ധം ആണെന്നാണ് ഇയാളെ പരിചയമുള്ളവർ വെളിപ്പെടുത്തുന്നത്. മുൻപ് മദ്യലഹരിയിൽ ആർക്കും നിയന്ത്രിക്കാനാകാത്ത വിധം പെരുമാറിയിട്ടില്ല. ഇയാൾ ചികിത്സയ്ക്കും മറ്റും വിധേയനായ ശേഷം പെരുമാറ്റ മര്യാദ പാലിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. അതിനിടെ അടുത്ത കാലത്തായി കുടിയേറ്റക്കാരുടെ വാർത്തകൾ കൂടുതൽ ആഘോഷിക്കുന്ന ട്രെൻഡിൽ ബിനു പോളിന്റെ ശിക്ഷാവിധി വലിയ പ്രാധാന്യം നേടുകയാണ്. പ്രാദേശിക മാധ്യമങ്ങളിൽ നോർത്താംപ്ടൺ ടെലിഗ്രാഫിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കേസിൽ ഇരയായ സ്ത്രീക്ക് പിന്തുണ നൽകാനെത്തിയവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് പത്രം വാർത്ത ഷെയർ ചെയ്തിരിക്കുന്നത്. വാർത്തയ്ക്ക് കീഴിലെത്തുന്ന കമന്റിൽ ഇയാൾക്ക് ലഭിച്ചത് കുറഞ്ഞ ശിക്ഷ ആണെന്നും സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ കൂടുതൽ കാലം ഇരുമ്പഴിക്കുള്ളിൽ കിടത്തണം എന്നാണ് വായനക്കാർ പ്രതികരിക്കുന്നത്. അതിനിടെ ശിക്ഷ ലഭിച്ച വ്യക്തിയുടെ കുടുംബം അടക്കമുള്ളവർ യുകെയിൽ ഉള്ളതിനാൽ വ്യക്തിപരമായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കണമെന്ന് സുഹൃത്തുക്കൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. 1 ദശകത്തോളമായി യുകെയിൽ കഴിയുന്ന ബിനുവിന് നിയമത്തെക്കുറിച്ചും പെരുമാറ്റ രീതികളെക്കുറിച്ചും അറിവില്ലായ്മ പോലും കോടതിയിൽ വാദമുഖമായി ഉയർത്താൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. പൊതുനിരത്തിൽ അപമര്യാദയായി പെരുമാറിയ 2 സംഭവങ്ങൾ ഉണ്ടായതാണ് ജയിൽ ശിക്ഷ ഉറപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു. കെറ്ററിംഗിലും അടുത്ത പട്ടണമായ റാഷ്നിലുമാണ് കേസിന് ആസ്പദമായ സംഭവങ്ങൾ ഉണ്ടായത്. 2019 മാർച്ചിൽ സംഭവിച്ച കേസിലാണ് ഇപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 2 വർഷത്തിനു ശേഷം 2021 ഒക്ടോബറിലും മറ്റൊരു സംഭവത്തിൽ പരാതിക്കാരി രംഗത്ത് വന്നതും കോടതി ഗൗരവമായി എടുത്തു എന്ന് വേണം അനുമാനിക്കാൻ എന്നും കോടതി നടപടികൾ നിരീക്ഷിച്ചവർ പറയുന്നുണ്ട്. ആദ്യ സംഭവത്തിൽ സ്ത്രീയുമായി വാക്കേറ്റമുണ്ടായപ്പോൾ പുറകിൽ നിന്നും എത്തി അവരെ അടിച്ച ശേഷം പ്രതി കടന്നുകളയുകയായിരുന്നു. ഇതാണ് പരാതി. ഈ സംഭവത്തിൽ CCTV ദൃശ്യങ്ങളാണ് പരാതിക്കാരിയുടെ രക്ഷയ്ക്കെത്തിയത്. എന്നാൽ സംഭവത്തിന് എന്താണ് പ്രകോപനമായത് എന്ന് വ്യക്തമല്ല. രണ്ടാമത്തെ സംഭവത്തിൽ സ്ത്രീയോടുള്ള മോശം പെരുമാറ്റത്തിന് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്ന് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. മദ്യപാനം മൂലമുള്ള പെരുമാറ്റ വൈകല്യമായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ബ്രീത്ത് അനലൈസ് പരിശോധനയ്ക്ക് വിധേയനാകാതിരുന്നതും തിരിച്ചടിയായി. ഇക്കാരണത്താൽ 36 മാസത്തേക്ക് ഡ്രൈവിംഗ് നിരോധനവും ഏർപ്പെടുത്തി കോടതി വിധിയായി. ലൈംഗികാക്രമ പരാതി ഉന്നയിച്ച സ്ത്രീകളുടെ വാദം കണക്കിലെടുത്ത് 3 വർഷത്തെ ജയിൽ ശിക്ഷയാണ് നോർത്താംപ്ടൺ ക്രൗൺ കോടതി വിധിച്ചത്. 5 വർഷത്തേക്ക് ഒരു കാരണവശാലും കേസിന് തയ്യാറായ ഇരകളെ ഒരു വിധത്തിലും ബന്ധപ്പെടരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യ രജിസ്റ്ററിൽ ആജീവനാന്ത കാലം ഇയാളുടെ പേര് ഉൾപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശമുണ്ട്.